ട്രംപിനെ ചൊടിപ്പിച്ചുകൊണ്ട് ഇലോൺ മസ്ക് സ്വന്തമായി ഒരു പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്ക പാർട്ടി. അമേരിക്കയിൽ ഇപ്പോഴുള്ളത് ധൂർത്തും അഴിമതിയും കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ പാപ്പരാക്കുന്ന ഒരു ഏകകക്ഷി ഭരണ സംവിധാനമാണെന്നും അമേരിക്ക പാർട്ടി ജനങ്ങളുടെ സ്വാതന്ത്ര്യം തിരിച്ചു നൽകുമെന്നുമാണ് മസ്ക് പറയുന്നത്. ചുരുക്കത്തിൽ ഒരു ബദൽ എന്നർത്ഥം. ഒരു കാലത്ത് തോളിൽ കൈയിട്ട് പൊതുമധ്യത്തിൽ കെട്ടിപ്പിടിച്ച് കളിച്ചും ചിരിച്ചും നടന്ന രണ്ടുപേർ വഴിപിരിഞ്ഞപ്പോൾ സംഭവിച്ചതാണ് ഇതെല്ലാം. മസ്ക് ട്രംപിനെ കുറ്റം പറയുന്നു, ട്രംപ് തിരിച്ചും 4 വാക്ക് പറയുന്നു. അങ്ങനെ സംഘർഷഭരിതമാണ് നിലവിലെ സാഹചര്യം. എന്താണ് ഈ പിണക്കത്തിനെല്ലാം വഴിയൊരുക്കിയത്? അത് ഒന്ന് മാത്രമാണ്: വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ. ഇലക്ഷൻ ഫണ്ടിങ്ങിൽ തുടങ്ങി സർക്കാർ ചിലവ് ക്രമീകരിക്കുന്ന ഡോഡ്ജ് വരെ എത്തിയതായിരുന്നു ട്രംപിൻ്റെയും മസ്കിൻ്റെയും ബന്ധം. എന്നാൽ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ വന്നതോടെ എല്ലാം താളം തെറ്റി. സൈന്യത്തിനും അതിർത്തി സുരക്ഷയ്ക്കും കൂടുതൽ തുക അനുവദിക്കുന്ന, പാവപ്പെട്ടവരുടെ ആരോഗ്യ ഭക്ഷണ സഹായങ്ങളിൽ കുറവ് വരുത്തുന്ന, സാമൂഹിക ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതിയിടുന്ന ഈ ബില്ലിൽ തട്ടിയാണ് ഇരുവരുടെയും ബന്ധം ഉലഞ്ഞത്. എല്ലാറ്റിനും പുറമെ മസ്കിൻ്റെ ടെസ്ലയെ നേരിട്ട് ബാധിച്ചേക്കാവുന്ന ക്ലീൻ എനർജി ടാക്സ് ക്രെഡിറ്റ് എടുത്തു കളയൽ കൂടി ആയതോടെ പോര് കനത്തു. ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ രൂക്ഷമായ വാക്കുതർക്കമാണ് ഇരുവരും തമ്മിലുണ്ടായത്. പരസ്പരം ഭ്രാന്തനെന്നും വട്ടനെന്നുമൊക്കെ വിളിയുണ്ടായി. ഭീഷണിയും വെല്ലുവിളിയും ഉണ്ടായി. പുതിയ ബിൽ നിലവിലെ ഭീമമായ ബജറ്റ് കമ്മി $2.5 ട്രില്യൺ വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കൻ പൗരന്മാർക്ക് താങ്ങാനാവാത്ത കടബാധ്യത വരുത്തുമെന്നുമായിരുന്നു മസ്കിൻ്റെ വാദം. ഒടുവിൽ എല്ലാം കഴിഞ്ഞപ്പോൾ മസ്ക് ഒറ്റയ്ക്കായി എന്നതാണ് സത്യം. എന്നാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് സ്വപ്നം കണ്ടതുപോലെയൊക്കെ മസ്കിന് പ്രവർത്തിക്കാനാകുമോ? അതിനുള്ള രാഷ്ട്രീയ പ്രതലം മസ്കിൻ്റെ അമേരിക്കൻ പാർട്ടിക്ക് ജനം ഒരുക്കി നൽകുമോ? സംശയമാണ്. കാരണം അമേരിക്കൻ ജനാധിപത്യ ചരിത്രം റിപ്പബ്ലിക്കൻസിനും ഡെമോക്രാറ്റ്സിനും അല്ലാതെ മൂന്നാമതൊരു പാർട്ടിക്ക് പച്ചക്കൊടി കാണിച്ച ചരിത്രമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും വളരെ വളരെ വിരളമായിരിക്കും. ഗ്രീൻ പാർട്ടിയും ലിബർട്ടേറിയൻ പാർട്ടിയും തന്നെ ഉദാഹരണമായി എടുക്കാം. ലിബർട്ടേറിയൻ പാർട്ടിയാണ് അമേരിക്കയിലെ മൂന്നാമത്തെ വലിയ പാർട്ടിയെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇവർക്ക് പോലും അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇതുവരേക്കും കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും അവർ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഒതുങ്ങിപ്പോകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു പൊളിറ്റിക്കൽ ബാക്കപ്പുമില്ലാതെ വർഷങ്ങളായി ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും മാത്രമുള്ള അമേരിക്കൻ രാഷ്ട്രീയ ഭൂമികയിലേക്ക് മസ്കിൻ്റെ എൻട്രി അത്ര സോഫ്റ്റ് ആയിരിക്കില്ല. ഏറെക്കുറെ റിപ്പബ്ലിക്കൻസിനോട് സാമ്യമുള്ളതായിരിക്കും അമേരിക്കൻ പാർട്ടിയുടെ നയങ്ങളെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കാൻ ലോകകോടീശ്വരൻ എന്ന ബ്രാൻഡ് ഇമേജ് മാത്രം പോരാ മസ്കിന്. അതിന് ശക്തമായ അടിത്തറ വേണം, കാഴ്ചപ്പാട് വേണം, ജനപിന്തുണയും വേണം. 2026 മിഡ് ടേം ഇലക്ഷനിലാണ് മസ്കിൻ്റെ കണ്ണ്. പക്ഷേ അവയെപ്പോലും നേരിടാനാകുമോ എന്നതാണ് ഇപ്പോൾ സംശയം. ഇനി മറ്റൊരു കാര്യം, സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച മസ്കിന് അമേരിക്കയിലെ നിയമമനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുമാകില്ല. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ തൻ്റെ പാർട്ടി ജയിച്ചാൽ പോലും ഡോഡ്ജ് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പിൻ്റെയോ മാത്രം തലവനാകാമെന്നർത്ഥം. അല്ലാതെ ട്രംപിന് നേരെ മുന്നിൽ നിന്ന് മത്സരിക്കാൻ മസ്കിന് ഒരിക്കലും സാധിക്കില്ല. പിന്നിൽ നിന്ന് സാധിക്കാമെങ്കിലും. മറ്റൊന്നുകൂടിയുണ്ട്. മസ്ക് ട്രംപ് പോര് കനക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം വ്യാപാരത്തിലുമുണ്ട്. ആ ക്ഷീണം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മസ്കുമാണ്. ഇരുവരും തമ്മിൽ പോരടിച്ചതിൻ്റെ ഫലമായി ടെസ്ലയുടെ ഓഹരികൾ 14% ഒരിക്കൽ തകർന്നത്. പോര് ഇനിയും കനത്താൽ സ്പേസ് എക്സിൻ്റേതടക്കമുള്ള ഗവൺമെൻറ് കോൺട്രാക്റ്റുകളിൽ കൈവയ്ക്കാൻ ട്രംപ് തീരുമാനിച്ചാൽ അത് അമേരിക്കൻ മാർക്കറ്റിൽ വലിയ ചലനമുണ്ടാക്കും. സബ്സിഡികളും സൗജന്യങ്ങളും നിർത്തലാക്കണമെന്ന് അവകാശപ്പെടുന്ന മസ്ക് തന്നെ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ഇവയിലാണെന്നത് മറ്റൊരു വിരോധാഭാസം.